പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ബാബറിക്ക് വേണ്ടി സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ദില്ലിയിലെ ജാമിയ മിലിയ സർവകലാശാലയിൽ മുദ്രാവാക്യം മുഴക്കുകയും ആ മുദ്രാവാക്യം മുഴക്കിയതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് ജാമിയ മിലിയ ക്യാമ്പസിന് പുറത്ത് ശക്തമായ പോലീസ് സന്നാഹം ശക്തമാക്കി. ഒപ്പം തന്നെ പോലീസിന് ജാഗ്രതാ നിർദ്ദേശവും നൽകി. കാരണം ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു മുൻകരുതൽ നടപടി എന്നാണ് പോലീസ് പറയുന്നത്. കോളേജ് അധികൃതർ പറയുന്നത് 3 വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ മുദ്രാവാക്യം മുഴക്കിയത്. പരീക്ഷകളോ അല്ലെങ്കിൽ ക്ലാസ്സുകളോ ഒന്നും തടസ്സപ്പെട്ടിട്ടില്ല. ദൈനംദിന പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ മുൻപോട്ട് പോകുന്നു കോളേജ് അധികൃതരും പറയുന്നു. ഇതിനിടയിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്ത് എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്നാൽ പോലീസ് അത് നിഷേധിക്കുന്നുണ്ട്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളത്. ബാബറി മസ്ജിദിന് വേണ്ടി അത് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുതിയ സമരത്തിന് തുടക്കമാകാം ഒരുപക്ഷെ ജാമിയ മിലിയ ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം 3 വിദ്യാർത്ഥികൾ ആ 3 വിദ്യാർത്ഥികൾ മുഴക്കിയ മുദ്രാവാക്യം എന്ന് പോലീസും കരുതുന്നു. ഏതായാലും വീണ്ടും ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ വീണ്ടും ഒരു സമരം കുത്തിപ്പൊക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ കരുതുന്നത്. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനെ എത്രത്തോളം പിന്തുണയ്ക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും ക്യാമ്പസിന് പുറത്ത് പോലീസ് ശക്തമായ സന്നാഹം നിലയുറപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുന്നു. കാരണം ജനുവരി 26 ഇനി അധിക ദിവസങ്ങൾ കൂടിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.